ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന പ്രഗൽഭ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ഇസ്ലാമിക് ട്യൂട്ടോറിയൽ 22 വിഷയങ്ങളിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നാം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ ഗഹനമായ ഈ വിഷയത്തിലേക്കുള്ള ചില സൂചനകൾ ഇവിടെ നൽകുകയാണ്. അരമണിക്കൂർ കൃത്യമായിട്ടുള്ള ഈ പ്രബന്ധാവതരണത്തിൽ 100% ആ വിഷയത്തെ ഇവിടെ പഠിപ്പിക്കുക എന്നുള്ളത് ഈ ട്യൂട്ടോറിയലിൻ്റെ ലക്ഷ്യമല്ല. മറിച്ച് ആ പഠനത്തിലേക്കുള്ള ഒരു ഗവേഷണാത്മകമായ സമീപനം നമ്മുടെ ശ്രോതാക്കളിൽ ഉണ്ടാക്കുകയും തുടർന്നുള്ള പഠനങ്ങൾക്ക് അവർക്ക് സഹായകമാകും വിധം ഈ ട്യൂട്ടോറിയൽ അവരെ സജ്ജരമാക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഈ ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത പ്രമാണമായിട്ടുള്ള, ജീവിതത്തിന് ആധാരമായിട്ടുള്ള പ്രവാചകൻ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, ഇതൊക്കെ മുമ്പിൽ വെക്കുമ്പോൾ ഒരുപാട് പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല, ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്നവർ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ ആ ഉത്തരങ്ങൾ നമ്മൾ തേടുകയും അത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തുടർ പഠന പ്രക്രിയ തന്നെയാണ് ഇതുകൊണ്ട് പൂർണ്ണമായും ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ട്യൂട്ടോറിയൽ കഴിഞ്ഞു. 3ാമത്തെ ദിവ്യദീപ്തി എന്ന ട്യൂട്ടോറിയലിലാണ് നാം ഇപ്പോൾ ഉള്ളത്. 6 വിഷയങ്ങൾ ഇവിടെ പ്രബന്ധമായി അവതരിപ്പിക്കപ്പെടും. അതിൽ പൂർണ്ണമായി കേൾക്കുക എന്നുള്ളതിന് പകരം നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടാവുകയും അത് ഇവിടെ സൂചിപ്പിക്കുകയും അതിന് തുടർ പഠനമെന്നുള്ളതിലേക്ക് ഗവേഷണാത്മകമായ സമീപനം നാം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വിഷയങ്ങൾ: മുഹമ്മദ് നബി വിശ്വവിമോചകൻ. ഇതൊരു ആലങ്കാരിക പദമല്ല. അക്ഷരാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ വിമോചകനെ ഉൾക്കൊള്ളുന്നത്, ഏതർത്ഥത്തിലാണ്, ജീവിതത്തിൻ്റെ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും അത് ഉണ്ടോ എന്നതിനെക്കുറിച്ച് ഇവിടെ സൂചനകൾ നൽകപ്പെടും. മറ്റൊന്ന്, നാം അഭിമുഖിക്കുക മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകനോ. പ്രചണ്ഡമായി വിവിധ പ്രചാരണ തന്ത്രങ്ങളിലൂടെ ഇന്ന് സമൂഹത്തിൽ ഉള്ള ഒരു സംശയമാണ്, പ്രവാചകന് ശേഷം ഇനിയൊരു പ്രവാചകനുണ്ട്, പ്രവാചക കണ്ണി അവസാനിച്ചുവോ? അങ്ങനെ വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങളും അതുപോലെ തന്നെ അതിനുള്ള സൂചനകളും ഇവിടെ നൽകപ്പെടുന്നതാണ്. മറ്റൊന്ന്, ബിദ്അത്തുകൾ, മതവിരുദ്ധം. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം തന്നെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഹദീസ് നിദാനശാസ്ത്രം, മെയിൻ പന്തലുകൾ ഗഹനമായി ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നാം അവലംബിക്കേണ്ട രീതി എന്താണ് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകപ്പെടും. അതുപോലെ തന്നെ ഹദീസ് നിഷേധം, വിമർശനങ്ങൾ, വസ്തുതകൾ. കാലികമായ സംവദിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ഏറെ കാഴ്ചപ്പാട് വേണ്ട വിഷയങ്ങൾ ആണ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ സിഹിർ, പുനരാരയിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ, സിഹിറിലൂടെയും അതുപോലെ തന്നെ പല ജിന്ന് ചികിത്സയിലൊക്കെ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായി വിഷയത്തെക്കുറിച്ച് ഗഹനമായ അറിവ് നമുക്ക് ആവശ്യമാണ്. അറിവ് ആണ് ആയുധം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രചണ്ഡമായ പ്രചാരണങ്ങളോ ബഹളങ്ങളോ കോലാഹലങ്ങളോ അല്ല. അറിവ് കൊണ്ട് നമുക്ക് അതിജയിക്കാൻ സാധിക്കണം. ആ രീതിയിൽ തന്നെയാണ് ഈ ട്യൂട്ടോറിയൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണമാണ് ഇതിനാവശ്യം. അതുപോലെ തന്നെ പഠനവും എണ്ണമല്ല, നമ്മൾ ക്വാളിറ്റിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. വിഷയത്തിൽ ഗഹനമായ പഠനത്തിന് തൽപരരായ ആളുകളെ പടച്ചുവിടുക, അല്ലെങ്കിൽ അതിന് സജ്ജരാക്കുക എന്നതാണ് ഈ ട്യൂട്ടോറിയലിൻ്റെ പ്രധാന ലക്ഷ്യമാക്കുന്നത്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഇവിടെ വേദിയിൽ ബഹുമാന്യരായ പണ്ഡിതന്മാരുണ്ട്. അവർക്കെല്ലാം ഈ സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് നബി വിശ്വവിമോചകൻ എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ അബ്ദുൽ അഹദ് മദനിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ,
മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പഠന സെഷനിൽ മുഹമ്മദ് നബി വിശ്വവിമോചകൻ എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില പ്രധാന സംഗതികൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം റഹ്മത്തുൻ ലിൽ ആലമീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതൊരു റഹ്മത്താണ്, എല്ലാവർക്കും അനുഗ്രഹമാണ്. മനുഷ്യന് മാത്രമല്ല, എല്ലാ വിഭാഗത്തിനും അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസപരമായ കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു മനുഷ്യൻ അവൻ്റെ രക്ഷിതാവുമായി അടുക്കുന്നതിൽ എത്രത്തോളം വിജയിക്കുന്നുണ്ടോ അത്രത്തോളമാണ് അയാളുടെ ഇഹപര ജീവിതത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ടാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ വിശ്വാസ കാര്യങ്ങളിൽ അഥവാ ദൈവത്തിൽ നിന്ന്, പടച്ചവനിൽ നിന്ന് ആളുകളെ അകറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ പിശാച് ഏറെ പണിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങിയപ്പോൾ ആദ്യമായി അവതരിച്ച ആയത്തുകൾ മിക്കതും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു രക്ഷിതാവുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ആദ്യമായി ചെയ്ത സംഗതി ഒരു രക്ഷിതാവിൻ്റെ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങൾ ആദ്യ സമയത്ത് ഇറങ്ങിയ ആയത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചർച്ചകളാണ് ഇതൊക്കെ. നിൻ്റെ രക്ഷിതാവ്, നിനക്കൊരു രക്ഷിതാവുണ്ട്, ആ ബോധ്യപ്പെടുത്തൽ. അപ്പോൾ എനിക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടൽ എനിക്കുണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകുക. എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന, എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങളും പറയാൻ പറ്റുന്ന ഒരു രക്ഷിതാവ് എനിക്കുണ്ട് എന്നുള്ളൊരു ബോധ്യം ആദ്യം ഉണ്ടാവേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയതിൽ വളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക. അവിടെ റബ്ബ്, അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് ഞാൻ നിൻ്റെ രക്ഷിതാവാണ് എന്നാണ്. അപ്പോൾ രക്ഷിതാവ് എന്നുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ബോധ്യപ്പെടലാണ് ഒരാൾക്ക് ആദ്യമായിട്ടുണ്ടാവേണ്ടത്. ആ ബോധ്യപ്പെടൽ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും രക്ഷിതാവിനോടാണ് പറയുക. യാ അയ്യുഹൽ മുദ്ദസിർ, ആ ആയത്തുകൾ പരിശോധിച്ചാലും നമുക്കത് കാണാൻ കഴിയും. ഞാൻ സമയക്കുറവ് കാരണം അങ്ങനെ ടച്ച് ചെയ്തു പോവാണ്. ഒരു രക്ഷിതാവുണ്ട് എന്നുള്ളൊരു ബോധ്യം, ഞാൻ എൻ്റെ സങ്കടം എൻ്റെ റബ്ബിനോടാണ് ഞാൻ പറയാം, എനിക്കെൻ്റെ റബ്ബ് മതി. ആ ഒരു ഈമാനിൻ്റെ ആ തലത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയർന്നു കഴിയുമ്പോൾ അയാൾക്ക് ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയത്. അത് തുഫ്ലിഹു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു. ആ വല്ലാത്തൊരു വചനമാണത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ, നിങ്ങൾ വിജയിക്കും. എല്ലാ തലത്തിലുള്ള വിജയം അതിലാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ, നിങ്ങൾ വിജയിക്കും. എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ്, എൻ്റെ അള്ളാഹുവിനോടാണ് ഞാൻ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പറയേണ്ടത് എന്നുള്ള ആ ബോധ്യപ്പെടൽ മുസ്ലിം സമൂഹത്തിൽ കുറഞ്ഞു പോയതുകൊണ്ടാണ് ദർഗകളിലേക്കും ജാറങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ആളുകൾ പോയത്. നമ്മൾ ആലോചിച്ച് നോക്കൂ അവസ്ഥ. മുസ്ലിം സമൂഹം എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി, അത് എന്താണ് അതിൻ്റെ മെസ്സേജ്, എന്താണ് അതിൻ്റെ സന്ദേശമെന്ന് മനസ്സിലാക്കിയിട്ടാണോ അവർ സംസാരിക്കുന്നത്? കുട്ടിനെ തലോടുമ്പോഴും കുട്ടിയെ തൊട്ടിലാട്ടുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കേണ്ടതും എൻ്റെ സങ്കടം പറയേണ്ടതും എനിക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിനോടാണ് ഞാൻ കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ള ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ ഉയരണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത സംഗതി. ലാ ഇലാഹ ഇല്ലല്ലാ, അത് ബോധ്യപ്പെടുത്തുക, ആളുകളെ ബോധ്യപ്പെടുത്തുക. ആ ബോധ്യപ്പെടുത്തലിലൂടെ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ദഅവത്ത്, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നോക്കിയിട്ട് അദ്ദേഹം ദഅവത്ത് നടത്തിയിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ആ സമർപ്പണം, ഒരു രക്ഷിതാവുണ്ട് എന്നുള്ള ബോധ്യപ്പെടൽ ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ സംഗതിയാണ് എല്ലാം സമർപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് തവക്കുലും.
ഏകനായ രക്ഷിതാവിനോട് മാത്രം പറയുന്ന ആളുകൾക്കേ തവക്കുലാക്കാൻ കഴിയുള്ളൂ. സങ്കടങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് സമർപ്പിക്കുകയും അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തവക്കുൽ കഴിയില്ല. മനസ്സമാധാനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ ഭയം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥത ഇല്ല എന്നല്ലേ. ഭയം, അയാളുടെ മനസ്സിൽ ശിർക്ക് ചെയ്യുമ്പോൾ ഭയം ഉണ്ടാവുന്നതാണ്, പേടി ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് സമാധാനം കിട്ടൂല. അങ്ങനത്തെ ഒരു മനുഷ്യന് തവക്കുൽ ചെയ്യാൻ കഴിയില്ല. എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബ് നോക്കും എന്ന ഉറപ്പ് എനിക്ക് ആദ്യം ഉണ്ടാകുമ്പോഴേ ഞാൻ അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുള്ളൂ. അതിനെന്ത് വേണം? അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ എന്നാണ്. മക്കായിലെ മുശ്രിക്കുകൾ പ്രത്യേകിച്ചും അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ കഴിവുകൾ അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇടയിൽ ആളെ നിർത്തുകയും പാപ്പികളായ ഞങ്ങൾ നേരിട്ട് റബ്ബിനോട് പറഞ്ഞാൽ, പടച്ചവനോട് പറഞ്ഞാൽ അത് അള്ളാഹു ഉത്തരം ചെയ്യില്ല. അപ്പോൾ ചില ആൾക്കാരുടെ സമ്മർദ്ദങ്ങളും ചില റെക്കമെൻഡുകളും പടച്ചവനിലേക്ക് ആവശ്യമാണ് എന്ന വിശ്വാസം മനുഷ്യരിൽ കയറിക്കൂടാനുള്ള കാരണം വിശ്വാസപരമായ തകർച്ചയാണ്. ഈ ഇല്ലിക്കെട്ടിൽ നിന്നുള്ള മോചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോചനമായി അല്ലെങ്കിൽ സന്ദേശമായി ഇസ്ലാം നൽകിയത്, പ്രവാചകൻ നൽകിയത്. അങ്ങനെ ആദ്യം വിശ്വാസം റെഡിയാവുക, എങ്കിൽ അയാൾക്ക് മനസ്സമാധാനം ഉണ്ടാകും, അയാൾക്ക് സ്വസ്ഥതയുണ്ടാകും, അയാൾക്ക് തവക്കുലാക്കാൻ കഴിയും. രണ്ട് ലോകത്തും അയാൾ വിജയിക്കും. അതുകൊണ്ടാണ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യാത്രക്ക് ഇറങ്ങാൻ വയ്യ, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ശകുനം നോക്കുന്ന ആളുകൾ. മുസ്ലിം സമൂഹത്തിൽ കാണാം ഈ മാതിരി വിശ്വാസമുള്ള ആളുകളെ. മുഹൂർത്തം നോക്കുന്ന ആളുകളെ കാണാം. ഒരു കറുത്ത പൂച്ച വിലങ്ങനെ ചാടിയാൽ യാത്ര മുടക്കുന്ന ആളുകളെ കാണാം. കല്യാണത്തിൻ്റെ അന്ന് പോലും മുന്നിലേക്ക് ഇറങ്ങുന്ന പുതിയാപ്പിള, മണവാളൻ, അദ്ദേഹം വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി മഹറെടുക്കാൻ മറന്നാൽ തിരിച്ചയാളെ കയറാൻ സമ്മതിക്കൂല ആളുകൾ. ഈ മാതിരിയുള്ള എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, എല്ലാം മുടക്കമാണ്, മുടക്കികളാണ്. ഒരു വിശ്വാസി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്താ? ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനിൽ തവക്കുലാക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങണം. അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ടിറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ കറുത്ത പൂച്ച വിലങ്ങനെ ചാടിയാലും ഏതെങ്കിലും പക്ഷികൾ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാലും അയാൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പിശാച് ഒരു മനുഷ്യൻ്റെ മുന്നിൽ വിശ്വാസപരമായ തകർച്ചയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനികമായ സംവിധാനങ്ങൾ നമുക്കറിയാം, അത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം വിശ്വാസപരമായ ആളുകളെ തകർക്കാനുള്ള ലക്ഷ്യമാണ് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുണ്ടാവും? ഒരു മനുഷ്യന് തവക്കുലുണ്ടാവില്ല, ആ മനുഷ്യന് ഊർജ്ജസ്വലത ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞത് റൂഹൻ മിൻ അംരിന എന്നാണ്. ആത്മീയമായ ഊർജമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആശയം മനസ്സിലാക്കി, അഖീദ മനസ്സിലാക്കി, വിശ്വാസം മനസ്സിലാക്കി പുറത്തിറക്കുന്ന ഒരാൾ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അയാൾ എന്ത് പേടിക്കാൻ? അയാളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായാൽ എല്ലാം റബ്ബിൻ്റെ വിധിയാണ്, റബ്ബിൻ്റെ ഖളാ ആണ് എന്ന് അയാൾ ഉറപ്പിക്കും. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒന്നും പേടിക്കാനില്ല, ബേജാറാവാനില്ല. രണ്ടും ജീവിതത്തിൽ രണ്ട് സംഭവിക്കുമ്പോഴും അയാൾ സന്തുഷ്ടനാണ്. സന്തോഷം ലഭിക്കുമ്പോൾ അയാൾ ശുക്ർ പറയും, അൽഹംദുലില്ലാ പറയും. പ്രയാസവും പരീക്ഷണവും ഉണ്ടായാൽ വഴിയിൽ അയാൾ യാത്ര പോകുമ്പോൾ അപകടമുണ്ടായി എന്ന് വിചാരിക്കുക, അയാൾ അതൊരു ശകുനപ്പിഴയായി കാണൂല. അത് ചൊവ്വാഴ്ച യാത്രക്കിറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനൊരു ദുശകുനം വന്നത് എന്ന് അയാൾ വിചാരിക്കൂല. വിവാഹം തലാക്കിലെത്തിയാൽ മുഹറം 10-ന്റെ ഉള്ളിൽ കല്യാണം ഉറപ്പിച്ചത് കൊണ്ടാണ് എന്ന് അയാൾ വിശ്വസിക്കൂല. അയാൾ പടച്ചവനിലുള്ള വിശ്വാസിയാണ്, തവക്കുലാക്കും. ഹസ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് മതി എനിക്ക്. രാവിലെയും വൈകുന്നേരവും 7 തവണ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം. 7 വട്ടമാണ് രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്.
രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അറിയാം, ഒരാൾക്കും ഒരാളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ള പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഇത് രാവിലെ 3 പ്രാവശ്യവും വൈകുന്നേരം 3 പ്രാവശ്യവും പ്രാർത്ഥിച്ചാൽ ഒരാൾക്കും അയാൾ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 7 വട്ടവും വൈകുന്നേരം 7 വട്ടവും പറഞ്ഞത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം. എനിക്കെൻ്റെ റബ്ബ് മതി എന്നാണ്. നമ്മൾ ആലോചിക്കുക, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളത് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്ത് പേടിക്കാനാ? പിശാച് അതുകൊണ്ടാണ് അഖീദയുടെ വിഷയത്തിൽ പണിയെടുത്തത്. ഇന്ന് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. വിശ്വാസപരമായി തകർന്നുപോയി ആളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരെ മറ്റു പലരിലേക്കും നേർച്ച വഴിപാടുകൾ നടത്തി കാര്യം സാധിക്കാമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഞാൻ വിഷയം നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല. മറ്റൊരു സംഗതി മനുഷ്യത്വത്തിന് വില നൽകി എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകൻ വരുമ്പോൾ ഒരുപാട് മനുഷ്യർ അടിമകളാണ്. ഒരടിമയെ ഒരാൾക്ക് വേണ്ടെങ്കിൽ അയാൾ മറ്റൊരു ആൾക്ക് വിൽക്കുകയാണ്. മനുഷ്യത്വത്തിന് യാതൊരു വിലയില്ല. അടിമയെ അടിക്കുകയും പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ കടന്നു വരുന്നത്. മനുഷ്യൻ എന്നുള്ള മനുഷ്യത്വത്തിന് യാതൊരു വിലയും നൽകാത്തൊരു കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല തെറ്റുകളുടെയും പ്രായശ്ചിത്തം കഫാറത്ത് പറഞ്ഞെടുത്ത് അടിമമോചനമാണ് പറഞ്ഞത്. മാത്രമല്ല, അടിമകളോടുള്ള പെരുമാറ്റ രീതി ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം അതുപോലെയാണ് പെരുമാറാൻ പറഞ്ഞത്. ചരിത്രത്തിൽ നമുക്കറിയാം, ബിലാലിനെ പോലുള്ള ആളുകൾ സഹിച്ച പീഡനങ്ങൾ. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അടിമയെ മോചിപ്പിക്കാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചത്. നേരെ മറിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരടിമ മറ്റൊരാൾക്ക് വിൽക്കുന്നു, അയാൾക്ക് വേണമെങ്കിൽ അയാൾ വേറൊരാൾക്ക് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഇന്ന് മൃഗങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ മോശമായ രൂപത്തിലായിരുന്നു ജാഹിലിയ കാലത്ത് മനുഷ്യരായ അടിമകളോട് നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, വളരെ മാന്യമായി പെരുമാറണം. കഴിയാത്ത ജോലി നിന്റെ അടിമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് നിർദ്ദേശിക്കാൻ പാടില്ല. നിങ്ങൾ കൂടി സഹായിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു സംഗതി ചെയ്യാൻ പറയുമ്പോൾ, ഒരു പ്രവർത്തനം നടത്താൻ പറയുമ്പോൾ അടിമക്ക് താങ്ങാൻ കഴിയുന്നതിലുപരിയാണ് അതിൻ്റെ ആ പ്രവർത്തനമെങ്കിൽ നിങ്ങളും കൂടെ സഹായിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് ഖാദിമിനോടും അങ്ങനെ തന്നെ വിശദീകരിച്ചത്. മനുഷ്യത്വത്തിന് ഇസ്ലാം നൽകിയ വില അത് വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൊണ്ട് പറഞ്ഞത് അതാണ്. മനുഷ്യന് കൊടുക്കുന്ന വില അടിമക്ക് കൊടുക്കണം, അവൻ മനുഷ്യനാണ്. അതുകൊണ്ടാണ് മിക്ക വിഷയത്തിലും അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ചത്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം പൗരോഹിത്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, സമൂഹത്തിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പണ്ഡിതന്മാരെ തക്ലീദ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പണ്ഡിതന്മാർ എന്ത് പറഞ്ഞാലും മറുപടി ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ആലോചിക്കും, ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിയാർ ഒരു മുടിയുടെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് അതിന് പിന്നിൽ നിങ്ങൾക്കറിയോ? എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, വിവരമില്ലാത്ത ആളുകളല്ല. പൗരോഹിത്യത്തിൻ്റെ പിന്നാലെ കൂടി നടക്കുന്ന അവസ്ഥ ചിന്തിക്കാനും ആലോചിക്കാനും കഴിയില്ല. ഇതിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, നല്ല വിവരമുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദീനിൻ്റെ കാര്യം വരുമ്പോൾ അവർ ചിന്തിക്കൂല. അത് മുസ്ലിയാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ മൗലവിനെ പണ്ഡിതനെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സമൂഹത്തിൻ്റെ തകർച്ചക്കുള്ള മറ്റൊരു കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് മതപരമായൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ കുറേ പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് ആലോചിക്കാം. എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഞാൻ ഏത് പണ്ഡിതനോടാണ് ചർച്ച ചെയ്യുക? ഞാൻ ഖുർആൻ പഠിക്കണ്ടേ? വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ആവർത്തിച്ച് ഓതുമ്പോഴല്ലേ എനിക്ക് ഈമാൻ കൂടുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു മുസ്ലിയാരോട് അല്ലെങ്കിൽ ഒരു മൗലവിയോട് ഈമാനെ പറ്റി ചോദിച്ചാൽ എനിക്ക് ഈമാൻ കൂടുമോ? എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഓതി പാരായണം ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈമാൻ ഞാൻ വർദ്ധിപ്പിക്കേണ്ടത്. പക്ഷേ സമൂഹം വിശുദ്ധ ഖുർആൻ അവഗണിക്കുന്നു. എന്നിട്ട് എളുപ്പമാർഗത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വഴികളാണ് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൗരോഹിത്യത്തിന് ഇത്ര വലിയ സ്വാധീനം സമൂഹത്തിൽ
കടന്നു വരുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പഠിക്കാനാണ്. നിങ്ങൾക്കറിയാം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ചോദിച്ചാൽ അബ്ദുസലാം മൗലവി അരീക്കോട്, അതുപോലെ തന്നെ ഓരോ പണ്ഡിതനും അതേ നാട്ടിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. സമൂഹത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പഠിക്കുമുണ്ടാകുന്ന വ്യത്യാസം അയാൾക്ക് എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നതിൽ ഒരു കൃത്യമായ അവബോധം ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ട് നമസ്കരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു, അത് ഇന്ന മുസ്ലിയാർ പറഞ്ഞതുകൊണ്ടല്ല, ഇന്ന പണ്ഡിതൻ പറഞ്ഞതുകൊണ്ടല്ല, എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ദാഹിച്ചാലും എനിക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നാലും ഞാൻ സഹിക്കും. അതെൻ്റെ റബ്ബിൻ്റെ നിർദ്ദേശം. എൻ്റെ റബ്ബ് അതിന് പ്രതിഫലം നൽകും. ഈ ഒരു യഖീനിലേക്ക്, ഈ ഒരു ഉറപ്പിലേക്ക് ഞാൻ എത്തണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവ് വേണം. അറിവിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് ഫറലുൻ അലാ കുല്ലി മുസ്ലിം എന്നുള്ള ഹദീസ് കാണാം. ഓരോ മുസ്ലിമിനും ഫറലാണ് അറിവ് നേടുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാതെ ഒരാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് വിശ്വാസം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ചങ്കൂറ്റുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ചെറിയ പ്രശ്നങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കാണാം. ചെറിയ പ്രശ്നങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്? ഒരു 10,000 രൂപ കടമുള്ളതിൻ്റെ പേരിൽ, അമ്മായിമ്മ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ, അമ്മോശൻ കണ്ണുരുട്ടിയതിൻ്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, നമുക്ക് വിജ്ഞാനമില്ല, വിവരമില്ല. ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ വായിക്കാനും പഠിക്കാനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമൂഹം എത്ര വായിച്ച് പഠിച്ചു? അത് പഠിക്കേണ്ടതും വായിക്കേണ്ടതും തുടങ്ങേണ്ടത് ഖുർആൻ എന്നല്ലേ? നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അൽഫിത്ര മദ്രസ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ കൊടുക്കുന്ന മെസ്സേജ്, അത് മിസ്റാണ് അതിൻ്റെ ആസ്ഥാനം, നിങ്ങൾക്കറിയാം. അതിൽ കൊടുക്കുന്ന മെസ്സേജ്, ഒരു കുട്ടി ആദ്യം പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണെന്നാണ്. ഒരു കുട്ടി പ്രസവിച്ച് വീഴുമ്പോൾ ബാങ്കാണല്ലോ കൊടുക്കുക, ആദ്യം അള്ളാഹിൻ്റെ കലാമാണ് കേൾക്കാറുള്ളത്. അതേപോലെ ഒരു കുട്ടി ആദ്യം പഠിക്കേണ്ട വിജ്ഞാനം അത് ഖുർആനാണ്. അത് ഇന്ന് കേരളത്തിലും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈജിപ്തിലൊരു ഗ്രാമം തന്നെ ഇതിനു വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിശുദ്ധ ഖുർആൻ നമ്മൾ മനസ്സിലാക്കി പൗരോഹിത്യത്തെ പുറത്തേക്ക് മാറ്റുക. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമല്ല. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന ബോധ്യപ്പെടൽ ആദ്യം ഞാൻ എൻ്റെ കൽബിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ 2 ആൾ ഇങ്ങനെ പറയുമ്പോൾ 3 ആൾ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ശങ്കിക്കും, സംശയിക്കും. അതുകൊണ്ടാണ് പൗരോഹിത്യത്തെ മാറ്റി നിർത്താനും വിജ്ഞാനം നേടാനും ഇൽമ് തേടാൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ആരെങ്കിലും ഇൽമ് തേടാനുള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി. ആർക്കെങ്കിലും അല്ലാഹു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ തഫഖഹു ഫിദ്ദീൻ, മതത്തിൽ അവന് വിജ്ഞാനം കൊടുക്കുന്നതാണ്. മതം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ പൗരോഹിത്യത്തിന് സ്ഥാനമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ സംരംഭം തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് പുരോഹിതന്മാരാണ്. എന്താ അതിൻ്റെ കാരണം? കേരളത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുസ്തകം രചിക്കപ്പെട്ടു. നമ്മളെ നാട്ടിൽ പുസ്തകം രചിക്കപ്പെട്ടു. തഹദീറുൽ ഇഖ്വാൻ അലാ തർജുമത്തിൽ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നവർക്ക് ഒരു താക്കീത് എന്നുള്ള കിതാബുകൾ ഇറങ്ങി. ചെറിയ പണ്ഡിതന്മാരല്ല, ലോക്കൽ പണ്ഡിതന്മാരല്ല, വലിയ പുരോഹിതന്മാർ പുസ്തകം ഇറക്കി. ഖുർആൻ പഠിക്കേണ്ടതില്ല എന്നും ഫാത്തിഹയുടെ അർത്ഥം പോലും ഒരു മുസ്ലിം പഠിക്കേണ്ടതില്ല എന്നാണ് അതിൻ്റെ മെസ്സേജ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറക്കിയത്? പുരോഹിതന്മാരുടെ തന്ത്രങ്ങൾ തകർന്നു വീഴും എന്നുള്ളതാണ്. സൂറത്തു തൗബയിൽ പറഞ്ഞതുപോലെ കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നു. പടച്ച റബ്ബാണ് ഈ പറയുന്നത്. അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്നുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ ഒരാൾ കൃത്യമായി പഠിച്ചാൽ, അള്ളാഹുവിൻ്റെ കലാം ഒരാൾ കൃത്യമായി പഠിച്ചാൽ അയാൾ തവക്കുലാക്കും, അയാൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും, അള്ളാഹുവിനോട് മാത്രം സങ്കടം പറയും. അയാൾക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാവും. എൻ്റെ റബ്ബ് എൻ്റെ അള്ളാഹുവാണ്. എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാനിതാ ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്,
എൻ്റെ പ്രയാസവും എൻ്റെ ദുഃഖവും ഒക്കെ ഞാനിതാ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ റബ്ബ് അത് പരിഹരിക്കാൻ കഴിവുള്ളവനാണ്. ഇതാണ് പ്രവാചകൻ സമൂഹത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്, സന്ദേശം. അതിൽ നിന്ന് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക. എന്നിട്ട് റസൂലുള്ളാഹി യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ പള്ളിയിൽ വെച്ചുകൊണ്ട്, മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ആളുകളത് ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആളുകൾ നെഞ്ചിലേറ്റുകയാണ്. വല്ലാത്ത സമാധാനം. ഏറ്റവും വലിയ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം മനസ്സിൻ്റെ സമാധാനക്കുറവാണ്. മാനസികമായി അസ്വസ്ഥരാണ് ആളുകൾ. നമുക്കറിയാം, പണ്ടത്തേക്കാൾ കൂടുതൽ ഭൗതികമായി സൗകര്യങ്ങളേറെയാണ്, പണ്ടത്തേക്കാൾ കൂടുതൽ. പക്ഷേ മനസ്സമാധാനം പണ്ടത്തെ അത്ര ഇല്ല എന്ന് പൊതുവെ ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം, നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ദീൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് സമാധാനം കിട്ടാൻ വേണ്ടി പല സ്ഥലത്തേക്കും നേർച്ചയാക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു മനുഷ്യൻ. അപ്പോൾ നമുക്കറിയാം, എത്രയോ ആളുകൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിക്കാൽ കാണാൻ കഴിയാത്ത ആളുകളുണ്ട്. നമ്മളത് നിർഭാഗ്യവാന്മാർ എന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഒരു കല ആണ്. ചിലപ്പോൾ അയാൾക്ക് മക്കളുണ്ടാകലല്ല അയാളെ സംബന്ധിച്ചിടത്തോളം ഖൈറ്, അതായിരിക്കും അള്ളാഹു നൽകാത്തത്. അങ്ങനെ ആയിരിക്കലോ. നിങ്ങൾ കേട്ടില്ലേ, മക്കളുണ്ടായതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. മക്കൾ ജനിച്ചത് അംഗവൈകല്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ, കുട്ടികളായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ഖലായിലുള്ള നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവുന്നുണ്ട്. എൻ്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണിത്. ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നുണ്ട്, ഞാൻ സങ്കടപ്പെടുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ കുറ്റങ്ങൾ എനിക്ക് പുറത്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ പേടിക്കണത്? ചെറിയൊരു സംഖ്യ കടം വന്നതിൻ്റെ പേരിൽ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യണം? എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണമാണിത്. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും. നമുക്കറിയാം, സാധാരണ നമ്മൾ കേൾക്കാറുള്ള സ്ത്രീകളുടെ മോചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ അനന്തരാവകാശികൾ നിർബന്ധമായി അവളെ അനന്തരെടുക്കാറുണ്ടായിരുന്നതാണ്. അയാളുടെ ഭാര്യ, മക്കളും വേണ്ടപ്പെട്ട കുടുംബക്കാരും നിർബന്ധമായി അവരുടെ ഇണയാക്കി വെക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഏതുവരെ എന്ന് വെച്ചാൽ, ഈ മരിച്ച മനുഷ്യനിൽ ഇവളിലല്ലാത്ത വേറെ ആളിലുള്ള മക്കൾ വരെ ഭാര്യമാരാക്കുന്ന ഒരവസ്ഥ വരെ സമൂഹത്തിലുണ്ട്. ജാഹിലിയ്യ അത് എത്ര മ്ലേച്ഛമായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പറഞ്ഞു, പാടില്ല. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകി, സ്ത്രീക്ക് അംഗീകാരം നൽകി, സ്വത്തിൽ അവകാശം നൽകി, സ്ത്രീകളെ മോചിപ്പിച്ചു കൊണ്ടുവരികയാണ്. സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചു. ഭാര്യ ഒരാളുടെ ഭാര്യയാണെങ്കിൽ പോലും അവളെ വളരെ, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, പളുങ്ക് പാത്രം പോലെ നിങ്ങൾ അവളെ കൈകാര്യം ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ ഈ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് നമ്മളതിന് പറയാറുള്ളത്. ആ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ത്രീകളോട് ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറ, സ്ത്രീകളോട് നന്നായി പെരുമാറാൻ. എന്നിട്ട് പ്രവാചകൻ ആണുങ്ങളെ വിളിച്ചുകൊണ്ട് കുറേ ശക്തമായ ഉപദേശങ്ങൾ കൊടുത്തു. നിങ്ങളവരെ അടിക്കരുത്, മുഖത്തടിക്കരുത്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ എല്ലാവിധ അവകാശങ്ങളും ഇസ്ലാം അംഗീകരിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ഒരു മോചനം ഉണ്ടാവുമായിരുന്നില്ല. അത്ര മ്ലേച്ഛമായിരുന്നു, അല്ലെങ്കിൽ അത്ര മോശമായിരുന്നു അവരെ പരിഗണിച്ചിരുന്നത്. വളരെ മോശമായ പരിഗണനയാണ് ജാഹിലിയ കാലത്ത് സ്ത്രീകൾക്കുണ്ടായിരുന്നത്. ഭർത്താവ് മരിച്ചാൽ പോലും ഒരു സ്ത്രീയെ കൈകാര്യം ചെയ്യുന്നത് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം. വളരെ മോശമായിട്ട് മുസ്ലിമിലും കാണാം ആ സംഭവം. ഒരിക്കൽ ഒരു 4 മാസവും 10 ദിവസമുള്ള ഇദ്ദാ സമയത്ത് ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജാഹിലിയ കാലത്ത് എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന്? ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ, ഇദ്ദാ പീരിയഡ് കഴിഞ്ഞാൽ അവളെ പുനർവിവാഹം നടത്താം, വേറെ വിവാഹം നടത്താം. ഇതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിനോട് സമയം കുറക്കാനുള്ള ഒരു ആലോചന നടത്തിയപ്പോഴാണ് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചത്, നിങ്ങൾക്കറിയോ ജാഹിലിയ കാലത്ത് 1 കൊല്ലം മിനിമം നിങ്ങളിങ്ങനെ ഇദ്ദയിലിരിക്കേണ്ടിയിരുന്നു. മാത്രമല്ല നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ മരിച്ചുപോയ ഭർത്താവിൻ്റെ അടുത്ത ആളുകൾ അനന്തരമെടുക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയില്ല അത്? അതേപോലെ തന്നെ മഹർ, സ്ത്രീയുടെ അവകാശമായി ഇസ്ലാം പറഞ്ഞു കൊടുത്തു.
സ്ത്രീ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത സംഗതികളാണ് ഇതൊക്കെ. പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും. സാമ്പത്തികമായ ജീർണത, എല്ലാവിധ ജീർണതയിൽ നിന്നും ഇസ്ലാം പ്രവാചകൻ ആ സമൂഹത്തെ മോചിപ്പിച്ചു. എന്തൊക്കെ സാമ്പത്തിക തരികിടയുണ്ടോ അതൊക്കെ ജാഹിലിയ കാലത്തുണ്ട്. നിങ്ങൾ ഇന്നത്തെ സാമ്പത്തിക തരികിടകൾ പരിശോധിച്ചാൽ അതൊക്കെ പഴയതാണ്, പുതിയ നമ്പർ ഇട്ടിറക്കുന്നതാണ്, പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഇറക്കുന്ന കുറേ സാമ്പത്തിക തരികിടകൾ, മണി ചെയിൻ പോലെയുള്ള തരികിടകൾ പരിശോധിച്ചാൽ അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ട സംഗതി, സാമ്പത്തികമായ കൃത്യത ഒരു സമൂഹത്തിന് നിർബന്ധമായൊരു സംഗതിയാണ്. സാമ്പത്തികമായി തകർന്നാൽ ആ സമൂഹം തകരും. അതുകൊണ്ടാണ് ഇസ്ലാം കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞു. ബിസിനസ് നടത്താമെന്ന് ഇസ്ലാം പറഞ്ഞു, റിബ പാടില്ല എന്നാണ് പറഞ്ഞത്. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപനം നടത്തുകയാണ്. എന്താ പ്രഖ്യാപനം? ഇതാ റിബ, പലിശ ഇന്നു മുതൽ പാടില്ല, പലിശ കർക്കശമായി വിരോധിക്കണം. ആദ്യം തന്നെ റസൂലുള്ളാഹിയുടെ മൂത്താപ്പയുടെ പലിശ റസൂലുള്ളാഹി അത് ക്യാൻസൽ ചെയ്യണം. പ്രഖ്യാപനം ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിലെ പ്രഖ്യാപനം അതാണ്. പലിശ പാടില്ല, പലിശ ഹറാമാണ്. അത് ഞാനിതാ പ്രഖ്യാപനം നടത്തുന്നു, എൻ്റെ മൂത്താപ്പയുടെ പലിശ ക്യാൻസൽ ചെയ്തുകൊണ്ട്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പലിശ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഞാനിതാ പ്രഖ്യാപനം നടത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇതാ ഞാൻ നിങ്ങൾക്ക് ദഅവത്ത് നടത്തിയിട്ടില്ലേ, എത്തിച്ചു തന്നിട്ടില്ലേ, അലാ ഹൽ ബലഗ്തു? പ്രവാചകൻ ആവർത്തിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. പ്രവാചകൻ്റെ ആ പ്രഖ്യാപനത്തിൽ കാണാം സാമ്പത്തികമായ കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന്. ഹറാമായ മുതലുകൾ നിങ്ങൾ തിന്നരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുമായി കച്ചവടം നടത്തിയാൽ മാത്രം പോരാ, സംതൃപ്തിയോടു കൂടിയുള്ള കച്ചവടം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതെന്തത്തെ സമൂഹം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. റിയൽ എസ്റ്റേറ്റ് വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സംതൃപ്തിയില്ലാത്ത കച്ചവടങ്ങൾ അത് ഇസ്ലാമികമായി ശരിയാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹറാമായ ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സംതൃപ്തിയില്ലാത്ത കച്ചവടം. ഒരാൾ തൻ്റെ മകളെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ബ്രോക്കർമാരൊന്നായി, ആ നാട്ടിലെ ബ്രോക്കർമാരൊന്നായി ഒത്തുകൂടും. എന്നിട്ട് അവരെ പരിപാടി എന്താ? ഏറ്റവും വില കുറച്ച് ആ സമൂഹത്തിൽ ആ നാട്ടിലില്ലാത്ത വില കൊടുക്കാതെ അയാളെ പീഡിപ്പിച്ച് ഇടങ്ങേറാക്കിയിട്ട് ആ സ്വത്ത് കൈക്കലാക്കും. എന്നിട്ട് അവർ മറിച്ച് വെക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിയൽ എസ്റ്റേറ്റ് എന്നൊരു ഓമന പേരിലാണ് ഈ ഇടപാട് നടക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താ സമൂഹം അനുഭവിക്കുന്ന അവസ്ഥ? നാട്ടിലുള്ള വില കിട്ടാതെ അയാൾ ഇടങ്ങേറാണ്. ബ്രോക്കർമാർക്കറിയാം അയാൾ ഇപ്പോൾ കൊടുക്കും, കാരണം അടുത്ത 30-ാം തീയതി അയാളെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ബ്രോക്കർമാർ അത് മണത്തറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാളെ എത്രമാത്രം പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് ആ മുതൽ കൈക്കലാക്കണം. ശുദ്ധ ഖുർആൻ പറഞ്ഞു ഹറാം, ഹറാമായ സംഗതി. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് നിങ്ങളുടെ രക്തം ചിന്തൽ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം. കയൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ വഫി ഷഹരിക്കും ഹാദാ. ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ, ഈ ദിനത്തിൻ്റെ പ്രത്യേകത പോലെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത പോലെ അത്രമാത്രം പവിത്രമായി നിങ്ങൾ കാണണം നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ അഭിമാനം. അഭിമാനത്തിന് വിലയുണ്ടോയെന്ന്, ആളുകളെ പറ്റിയുള്ള ആരോപണം പറയുന്നതിൽ വല്ല നിയന്ത്രണം ഉണ്ടോയെന്ന് ആളുകളുടെ ഇടയിൽ? ഇസ്ലാം എല്ലാ സംഗതികളും കൃത്യമായി പറഞ്ഞു തന്നു. ഹറാമുൻ അലൈക്കും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, രക്തം ചിന്താൻ പാടില്ല, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സംസാരം അരുത്. ഓരോരുത്തർക്ക് വ്യക്തി സ്വാതന്ത്ര്യം നൽകി, ഓരോരുത്തരുടെ അവകാശങ്ങൾ ഇസ്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു. നേതൃത്വത്തിൻ്റെ അവകാശങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അണികളുടെ അവകാശങ്ങളും ഭർത്താവിൻ്റെ അവകാശങ്ങളും ഭാര്യയുടെ അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ പ്രവാചകൻ വിശദീകരിച്ചു, എല്ലാം വിശദീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന്, ലോകത്തിന് റഹ്മത്താണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. എല്ലാ അഗ്ലാലുകളും അദ്ദേഹം ഇറക്കി വെച്ച് തന്നു, എല്ലാ ചങ്ങലകളും അദ്ദേഹം പൊട്ടിച്ചെറിഞ്ഞു, ആളുകളെ മോചിപ്പിച്ചു. 2 ലോകവുമാണ് ഓഫർ കൊടുത്തത്. 2 ലോകം അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത ഓഫർ അതാ, 2 ലോകം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ വലനജ്സിയന്നഹും എന്ന് പറഞ്ഞിട്ട് ബാക്കി വിശദീകരിക്കുകയാണ്. ഒരാണാവട്ടെ പെണ്ണാവട്ടെ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ അയാൾക്ക് നല്ലൊരു ജീവിതം ഇവിടെ നമ്മൾ കൊടുക്കും. പടച്ചോൻ എന്താ ഓഫർ? പരലോകത്ത് നന്നായി പ്രതിഫലം കൊടുക്കും അയാൾക്ക്. 2 ലോകത്തും അയാൾക്ക് സുഖം.
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞത് എല്ലാ സംഗതികളും നമ്മൾ ഫോളോ ചെയ്താൽ ദുനിയാവിൽ സുഖം, നല്ലൊരു ജീവിതം നമ്മൾ കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനം. പരലോകത്താവട്ടെ സ്വർഗവും ഏറ്റവും നല്ല പ്രതിഫലവും. ഞാൻ അവസാനിപ്പിക്കണം, എൻ്റെ സമയം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. വിശുദ്ധ ഖുർആൻ തുടങ്ങിയിടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. സമൂഹത്തിലെ എല്ലാവിധ മാമൂലുകളും മാറാപ്പുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തകർത്തെറിയുക. എന്നിട്ട് മനസ്സമാധാനമുള്ള ഒരു ജീവിതം. നിങ്ങൾക്കറിയാം, ഈ മാമൂലുകളുടെയും അതുപോലെ തന്നെ അനാചാരങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ ഒറ്റ ചോദ്യമാണ് ആളുകളുടെ മുന്നിലുള്ളത്. എന്താ ചോദ്യം എന്നറിയോ? ആളുകളെന്ത് വിചാരിക്കും? ഞാനിത് ചെയ്യാതിരുന്നാൽ ആളുകളെന്ത് പറയും? ആളുകളെന്ത് വിചാരിക്കും? എൻ്റെ റബ്ബ് എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. ഞാനിത് ചെയ്താൽ, ഞാനിത് പ്രവർത്തിച്ചാൽ, ഞാനിത് പ്രവർത്തിക്കാതിരുന്നാൽ എൻ്റെ റബ്ബ് എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അത് ആലോചനയല്ല. ആൾക്കാരെന്താ വിചാരിക്കുക? അവരെന്താ വിചാരിക്കുക? അയൽപ്പക്കക്കാരെന്താ വിചാരിക്കുക? എൻ്റെ ഭാര്യൻ്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക? എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക? ഇതാണ് നമ്മളെ പ്രശ്നം. അതിൽ നിന്ന് മോചനം നേടുക, അള്ളാഹുവുമായി അടുക്കുക, എൻ്റെ റബ്ബിനോട് പറയുക. എല്ലാ സങ്കടങ്ങളും, എൻ്റെ എല്ലാ പ്രയാസങ്ങളും, എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ റബ്ബിനോട് പറയാം. എൻ്റെ റബ്ബ് മതി എനിക്ക്. അതാണ് നേരത്തെ തുടങ്ങിയത്, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ റബ്ബ് മതി. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറെ ആരാധനയില്ല. വഹുവ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ അർശിൻ്റെ ഉടമയും അവനാണ്. രാവിലെ 7 വട്ടവും വൈകുന്നേരം 7 വട്ടവും പറയാനുള്ള കാരണം അതാണ്. ഉറപ്പിക്കുക, ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുക. എൻ്റെ റബ്ബ് മതി എനിക്ക്. ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. ഞാൻ വെപ്രാളപ്പെടേണ്ടതില്ല, ഞാൻ അസ്വസ്ഥനാവേണ്ടതില്ല. എല്ലാം എൻ്റെ റബ്ബിൻ്റെ വിധിയാണ്. വേറെ ആർക്കും ഒരു കയ്യൂല്ല അതിൽ. വേറൊരു ഷെയ്ഖിനും വേറൊരു മഹാത്മാവിനും വേറൊരു പുണ്യവാളനും അതിൽ യാതൊരു പങ്കുമില്ല. അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ വിധിയാണ്. എനിക്കെൻ്റെ റബ്ബ് മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.